എൻ്റെ അടുത്തിരുന്ന് ഇതുവരെ സംസാരിച്ചത് ശാന്ത കണ്ടൻ ചാത്തനാരി എന്ന ഒരു ആളാണ്. അവർ ഇവിടെ 4ാമത്തെ തവണയാണ് ഇവിടെ തിരുവാതിരയുടെ ആഘോഷത്തിൻ്റെ കൺവീനറായത്. അതിന് മുൻപ് 3 തവണ മറ്റ് ഇവിടെ നടത്തിയത് സ്ഥിരം ആൾക്കാരായിരുന്നു. അപ്പോൾ ഇങ്ങനെ സ്ഥിരം ആൾക്കാർ ഇങ്ങനെ സ്ഥിരമായിട്ട് 3 തവണ ഇങ്ങനെ നടത്തിയപ്പോൾ അപ്പോൾ എനിക്ക് സ്വാഭാവികമായിട്ട് ചെറിയ മാറ്റം വേണം. സാധാരണക്കാരായ ജനങ്ങളിലേക്ക് ഈ തിരുവാതിരാഘോഷം പങ്കെടുപ്പിക്കൽ അവർക്കൊരു പങ്ക് വേണമെന്ന് വിചാരിച്ചിട്ട് ഞാൻ എൻ്റെ വീട്ടിനടുത്ത് തന്നെയുള്ള ഈ കഴിഞ്ഞ 3 തവണയും നമ്മൾ തിരുവാതിരാഘോഷത്തിന് നമ്മൾ പന്തലിട്ട് തന്നെ സുര എന്ന വ്യക്തിയുടെ ഭാര്യയും അതോടൊപ്പം തന്നെ കുടുംബശ്രീയുടെ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട CDA കൺവീനറുമായ ഈ പറഞ്ഞ കമല കണ്ടത്തിനാരിയെ അതിൻ്റെ കൺവീനറാക്കണമെന്ന് നിർദ്ദേശിച്ച് മുമ്പോട്ട് വെച്ചു. പക്ഷേ അത് നമ്മളെ സാധാരണ അവിടെ കളിച്ചുകൊണ്ടിരിക്കുന്ന തിരുവാതിര സ്ഥിരമായിട്ടെന്ന് പറഞ്ഞാൽ അവർ തിരുവാതിര കളിക്കുന്നുണ്ടെന്നൊരു പ്രത്യേകതയുള്ളൂ, വേറെ ഒന്നുമില്ല. വേറെ പല പരിപാടിയും ഞാൻ ഓർക്കസ്ട്രയാണ് പതിവ്. അപ്പോൾ അവർക്ക് അത് താല്പര്യപ്പെട്ടില്ല. അപ്പോൾ അവരെന്താ ഇവിടെ വെച്ചാൽ ഇവർ സമാന്തര തിരുവാതിര പയ്യോട്ട് സ്കൂൾ വെച്ച് സ്ഥാപിച്ചു, നടത്തി. അപ്പോൾ അതിൽ ഒരു കാര്യം പറയണമെന്ന് വെച്ചാൽ ഈ സമാന്തര തിരുവാതിര നടത്തുക വെച്ചാൽ അത് വിവേക്കിണ്ടവർ എന്ന് പറഞ്ഞാൽ അവർക്ക് നമ്മൾ ഈ 3 തിരുവാതിര നടത്തുമ്പോൾ അതിലുണ്ടായിരിക്കുന്ന പലവിധ ആക്ടിവിറ്റിയും അതുപോലെ പാതിരാപ്പൂച്ചുള്ള അങ്ങനെ പല പരിപാടി ഉണ്ടല്ലോ, അതൊക്കെ ഒരു എനർജി ഉണ്ടാക്കിക്കൊണ്ട് അവർക്ക് ഈ സ്ത്രീകൾക്ക് തന്നെ ഈ സ്ത്രീകൾക്ക് നാട്ടിൽ പിരിവ് നടത്താനും അങ്ങനെ സ്പിരിറ്റ് സംഘടിപ്പിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ 3 തിരുവാതിരയിലൂടെ അവർ കിട്ടിയ ഊർജ്ജത്തിൻ്റെ ഫലം കൂടിയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ അത് നടത്തി. അപ്പോൾ അങ്ങനെ അത് നടത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്താ വെച്ചാൽ ഇവർക്ക് നടത്താൻ കാരണമായതിൻ്റെ ഒരു കാരണം അതിന് നേതൃത്വത്തില്ല. എല്ലാവരും ഈ രണ്ട് പേര് അതായത് നമ്മളെ നല്ല സ്ത്രീകളുടെ കൂട്ടത്തിൽ സ്ത്രീകൾ മറ്റേ നായർ സമുദായത്തിൽപ്പെട്ട ആൾക്കാരും മറ്റു നമ്മൾ പറയുന്ന പെട്ട ആൾക്കാരാണ്. അവർക്ക് പാരമ്പര്യമായിട്ട് ഈ തിരുവാതിര നടത്തുക എന്ന് പറഞ്ഞാൽ അതായത് ഈ മരുമക്കത്തായ സമ്പ്രദായമാണല്ലോ. മരുമക്കത്തായ സമ്പ്രദായത്തിൽ കൂടുതൽ സ്ത്രീകൾക്ക് സ്വാതന്ത്ര്യമുള്ള ഒരു ഇതാണല്ലോ. അപ്പോൾ ആ ഒരു സ്വാതന്ത്ര്യം ഉപയോഗിച്ചിട്ട് ആ സ്വാതന്ത്ര്യം അവർ ഉപയോഗിക്കുകയും ചെയ്തതാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ആ സ്വാതന്ത്ര്യത്തിൽ എല്ലാവരും എല്ലാ ജനങ്ങളിലേക്ക് ഈ സ്ത്രീകളുടേതായ ഒരു സ്വാതന്ത്ര്യം പ്രയോഗിച്ച അന്തർഫലമായിട്ട് കൂടിയാണ് ഇവർക്ക് ഇത് നടത്താൻ പറ്റിയെന്ന് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമുക്കിപ്പോൾ അത് മാത്രം പോരാ. നമ്മുടെ നാട്ടിലിപ്പോൾ സാധാരണഗതി സ്ത്രീകളുടെ ഇടയിലേക്ക് പല വിധത്തിലുള്ള പുതിയ കാലഘട്ടത്തിനനുസരിച്ച് പുതിയ ഗ്രൂപ്പുകളൊക്കെ പലതും കടന്നു വരുന്നുണ്ട്. ഉദാഹരണമായിട്ട് കുടുംബശ്രീ, ജനശ്രീ, അതുപോലെ തന്നെ നമ്മളെ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ ഇതുണ്ടല്ലോ തൊഴിൽ ഈ എന്താ പറയണ്ടേ ഈ മാലിന്യ നിർമ്മാർജ്ജന സംബന്ധമായിട്ടുള്ള ഗ്രീൻ സംബന്ധമായിട്ടുള്ള ആൾക്കാരൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അവരൊക്കെ നമ്മുടെ സമൂഹത്തിൽ വളരെയധികം പ്രധാനപ്പെട്ട റോൾ ഇപ്പോൾ ഈ കാലഘട്ടത്തിൽ വഹിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽപ്പെട്ട ഒരാളെയാണ് ഞാൻ കൺവീനറാക്കിയത്. അപ്പോൾ ഈ ഒരു സംഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് ഞാൻ അവർക്ക് ഇതൊരു പ്രാധാന്യത്തിൽ കണക്കാക്കിയാണ് കണ്ണൂരാക്കാൻ ഞാൻ ശ്രമം നടത്തിയത്. അവർ കണ്ണൂരാക്കുകയും ചെയ്തു, കൊല്ലാൻ പരിപാടി നടത്തുകയും ചെയ്തു. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് നമുക്ക് കൂടി ഒരു പ്രാധാന്യമുള്ള ഒരു സംഭവമായിട്ട് ഈ തിരുവാതിരാഘോഷത്തെ മാറ്റുക എന്നുള്ളതായിരുന്നു എൻ്റെ ഉദ്ദേശം. അപ്പോൾ അത് ഇനിയും മാറ്റണം. അതിൽ തന്നെ ഞാൻ ഉറച്ചു വെക്കുകയാണ്. കാരണം വെച്ചാൽ നമുക്ക് ഇവർക്ക് ഈ താഴേക്കടയിൽ കിടക്കുന്ന നമ്മൾ നാട്ടിന് ഏറ്റവും ഗുണപ്രദം ഉണ്ടാകുന്നതായിട്ട് കുടുംബശ്രീയുടെ ഹോം ഷോപ്പ് പരിപാടികളൊക്കെ ഉണ്ട്. കുടുംബശ്രീക്ക് പല സ്ഥലത്തും അപ്പം അങ്ങനെ അതിനൊക്കെ എനർജി കൊടുക്കാൻ വേണ്ടി കൂടിയാണ്. അതുപോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതി തൊഴിലുറപ്പ് പദ്ധതി എന്ന് പറഞ്ഞാൽ നമ്മൾ നാട്ടിൽ ഉണ്ടല്ലോ ഈ പല കാർഷിക രംഗത്തൊക്കെ വർക്ക് ചെയ്യുന്നതുകൊണ്ട് അതും നമ്മൾ നാട്ടിന് വളരെയേറെ ഗുണപ്രദമായ സംഭവമായിട്ട് പോകുന്നുണ്ട്. അതുപോലെ തന്നെ ഈ മാലിന്യ നിർമ്മാർജ്ജനവും ഇവർ നടത്തുന്നത്. അപ്പം അവർക്കും ഒരു ദിവസമെങ്കിലും അവർക്കും ഒരു ആഹ്ലാദത്തിന് വക നൽകുക, അതോടൊപ്പം എനർജി അവർ ചെയ്യുന്ന പ്രവൃത്തിയിലേക്ക് വ്യാപരിപ്പിക്കുക എന്നുള്ളതായിരുന്നു ഒരു ഉദ്ദേശം. അപ്പം ഇനിയും ഞാൻ തിരുവാതിരാഘോഷം നടത്തുമ്പോൾ ഇവർ തിരുവാതിരാഘോഷം വേണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മളെ ഇതുണ്ടല്ലോ ഈ പറഞ്ഞ ഈ സ്ത്രീകൾ, അതായത് നമ്മളെ തിരുവാതിര പാരമ്പര്യമായിട്ട് തിരുവാതിരാഘോഷം കിട്ടിയ കൈക്ക് കിട്ടിയ, അതായത് മരുമക്കത്തായിട്ടൊക്കെ കൂടുതൽ സ്വാതന്ത്ര്യം കിട്ടിയ അവരും സഹകരിക്കണം. ഈ 2 കൂട്ടരെ യോജിപ്പിച്ചുകൊണ്ട് സാധനം മുന്നോട്ട് കൊണ്ടുപോകണമെന്നാണ് ഭാവി തിരുവാതിരയെ പറ്റിയില്ലേ ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അഥവാ ഇവർ ഈ പറഞ്ഞ ഈ സ്ത്രീകളുണ്ടല്ലോ അവർ വേണ്ടമാതിരി നമ്മൾ പരിപാടി സഹകരിച്ചില്ലെങ്കിൽ നമ്മളെ നാട്ടിലുള്ള നമ്മുടെ ക്രിസ്ത്യൻ കോളേജിലെ പെൺകുട്ടികൾ, അതായത് ഇവിടെ വരഞ്ഞിട്ട്, അതായത് അവിടെ മേഡത്തിൻ്റെ കൂടെ കീഴിൽ ഇവിടെ വരഞ്ഞിട്ട് ഉജ്ജലി വെച്ച് തീവ്രം നടത്തിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഗുരുവായൂരപ്പൻ കോളേജിലെ വലിയ മേഡത്തിന് കീഴിൽ കുറേ കുട്ടികളോട് വന്ന് ഈ പറഞ്ഞ തിരുവാതിരയിലെ ഈ പാതിരാപ്പൊഴുടൽ അതുപോലെയുള്ള പലവിധ ഗെയിംസിലൊക്കെ ഭാഗമാക്കായിട്ടുണ്ട്. അപ്പം അത്തരത്തിലുള്ള കുട്ടികൾ ഇവർ കിട്ടിയില്ലെങ്കിൽ അത്തരത്തിലുള്ള കുട്ടികളെ അത്തരത്തിലുള്ള സ്റ്റുഡൻസിനെയും മറ്റേ ക്രിസ്ത്യൻ കോളേജിലെ ശ്യാമ ടീച്ചറെ നേതൃത്വമായെന്ന് വന്നത്.
കുട്ടികളെ സ്റ്റുഡൻസൊക്കെ വെച്ചുകൊണ്ട് ഈ പറഞ്ഞ സാധാരണക്കാരായ സ്ത്രീകളെ വെച്ചുകൊണ്ട് ഇവരെ കൂട്ടായ്മയിൽ ഒരു എനർജി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു പരിപാടി ഉറക്കം വെച്ചുള്ള പരിപാടി അതിൽ നമ്മൾ ഇതും കൂടി തുടിച്ചുകൂടി കൂടി ഉൾപ്പെടുത്തുകയാണെങ്കിൽ പാതിരാപ്പ് ചൂടായാലുണ്ടാവും, തുടിച്ചുകൂടി ഉണ്ടാകും, ഗെയിംസ് പഠിത്ത ഗെയിംസ് ഉണ്ടാവുകയാണെങ്കിൽ നല്ലതാണ് ചോദിക്കുന്നത്. അങ്ങനെ ഒരു പ്രവർത്തനം നടത്തുന്ന അതിന് കുട്ടികളെ വെച്ച് നടത്തണം ചോദിക്കുന്നത്. പിന്നെ വേറെ കാര്യം ഇത് സംബന്ധമായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ നമ്മളെ ഈ പരിപാടി നടത്തിയപ്പം ഞാനിപ്പോൾ ഇതിൽ ഒരു 5-6 സ്ത്രീകൾ അനുഭവം പങ്കുവെച്ചല്ലോ. അതിൽ മൂന്നാല് സ്ത്രീകളെ വന്നപ്പോൾ ചോദിച്ചപ്പോൾ അവർ ഇതിന് ഒരു സഹകരിക്കാത്ത മട്ടില്ല, അവർക്ക് ലജ്ജയോ എന്തൊക്കെ പറയാൻ മടി എന്നൊക്കെ പറഞ്ഞത്. എല്ലാവർക്കും അതിൽ ആകുമ്പോൾ എനിക്കറിയാം. അവരെ പറയാൻ മടികാൻ സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് പ്രധാനപ്പെട്ട കാര്യമായിരുന്നു. അതായത് ഒരു ഊർമിള ടീച്ചർ എന്ന് പറഞ്ഞ ടീച്ചർ വാസ്തവത്തിൽ നമ്മളെ ഒരു തിരുവാതിര ആഘോഷത്തിൽ ആദ്യ പരിപാടി പങ്കെടുത്തത്. രണ്ടാമത് പിന്നെ ഞാൻ അവരെ വിളിക്കുകയും ചെയ്തിട്ട് നമ്മുടെ ഇതുണ്ടല്ലോ ഈ മറ്റേ ഈ വഞ്ചിപ്പാട്ട്, കുട്ടികളെ കൊണ്ട് വഞ്ചിപ്പാട്ട് പഠിപ്പിക്കുന്ന പരിപാടി അവിടെ ഒന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അതൊന്ന് പറഞ്ഞിട്ട് ഒപ്പം തന്നെ നമ്മുടെ ഇതുണ്ടല്ലോ ഈ അവിടെ ഒരിക്കലും ഇവിടെ തേവർവളം എന്ന് പറഞ്ഞിട്ട് അവിടെ മേപ്പയൂർ ഭാഗത്ത് ഒരു സ്ഥലമുണ്ട്. തേവർ അമ്പലത്തൊക്കെ പറയാം. എന്താ വെച്ചാൽ അവിടെ തച്ചോളി തന്നെ പരാജയപ്പെടുത്തിയ ഒരു ദളിത് കളരിപ്പയറ്റിൽ പരാജയപ്പെടുത്തിയ ഒരു ദളിതൻ്റെ നാമധേയത്തിൽ ഇങ്ങനെ വളർന്നു വരുന്ന അതിൻ്റെ അത് സംബന്ധമായ വെള്ളാട്ടമൊക്കെ ആടുന്ന സ്ഥലമാണ്. അപ്പോൾ അവിടെ നിന്നും ഒരാൾ നമ്മളെ 2-3 പേര് നമ്മൾ ഇന്ത്യയിൽ വരികയും അവർ നമ്മളെ നാടൻ കലകൾ, അതായത് അവരുടേതായ ഒരു കുതിരക്കോലം എന്ന് പറഞ്ഞ നാടൻ കലയുണ്ട്, പഠിപ്പിക്കുകയും ചെയ്തു. അതും ഊർമിള ടീച്ചറപ്പോൾ സയൻസിലാണ് നടന്നത്. അപ്പോൾ ആ ഒരു കാര്യം പറയണമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ അവർ പറഞ്ഞതാണ്. പിന്നെ വേറെ അതുപോലെ തന്നെ സംഭവം ഉണ്ടായിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ഈ അവിടെ തന്നെയുള്ള തിരുവാതിരാഘോഷപ്പുറത്തെ നമ്മളെ അനുജൻ്റെ ഭാര്യ അവരോടും പറഞ്ഞിരുന്നു. പക്ഷെ എന്താ വെച്ചാൽ അവർ പറഞ്ഞ കാര്യം വെച്ചാൽ അവരെ മകള് ഇവിടെ ഉജ്ജയിനിൽ വന്നിട്ട് കളരിപ്പറ്റി പഠിച്ചിട്ടുണ്ട്. അതൊന്ന് പറയണം. മാത്രമല്ല അവർ ഈ അധ്യക്ഷനായിട്ട് തിരുവാതിരാഘോഷം നടത്തിയപ്പോൾ അവിടെ മറ്റേ MSS മാളികടവ്, കോഴിക്കോടിലെ മുസ്ലിം സർവീസ് സൊസൈറ്റി സ്കൂളിലെ കുട്ടികൾ ഇവിടെ വരികയും ചെയ്തിട്ട് ഇവിടെ മറ്റേ ഈ ഒരു പരിസ്ഥിതി സൗഹൃദ നൃത്തം അവതരിപ്പിച്ചിരുന്നു. അപ്പം അതും അവരോട് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞു. അവർ പറഞ്ഞില്ല. പിന്നെ അതിൻ്റെ അടുത്ത് തന്നെ പറയാത്തതുകൊണ്ട് എനിക്കത് ജനങ്ങളിൽ അവതരിപ്പിക്കാൻ പറ്റില്ല. പിന്നെ മൂന്നാമതായിട്ട് അവിടെ ഒരു ഉണ്ണി നമ്പൂരിൻ്റെ ഭാര്യ ഇവിടെ വന്ന് സംഘം ഇവിടെ തിരുവാതിര ആഘോഷം നടത്തിയിരുന്നു. അപ്പോൾ എന്താ വെച്ചാൽ അവരെ മറ്റേ നല്ല തിരുവാതിരയെ പറ്റി കുറേ അടിസ്ഥാനമായി അറിയുന്നതാണ് അവർക്ക്. അവർ കൈകൊട്ടിക്കളിയും തിരുവാതിരക്കളത്തിൽ വ്യത്യാസമുണ്ടെന്നൊക്കെ ഈ ഉണ്ണിയാമ്പൂരി എന്നോട് പറഞ്ഞിരുന്നു. അപ്പോൾ അതിനെപ്പറ്റിയൊക്കെ 2 വർത്തമാനം പറഞ്ഞിട്ട് ഒന്നും നടന്നില്ല. മാത്രമല്ല അവരിപ്പം പറയുന്നത് വെച്ചാൽ അവർ ഈ യോഗ ഇതുണ്ടല്ലോ പഴയ നമ്പൂർ സമാജം അതിലെ കളിക്കുമെന്നാണ് പറയുന്നത്. പക്ഷേ നമുക്കറിയാം ഈ പണ്ട് കാലത്ത് നമ്പൂർ സമൂഹത്തിൽ വളരെ മാറ്റം വരുത്തിയിട്ടുള്ള അടുക്കളയിൽ നിന്ന് രംഗത്തേക്ക് നാടൊക്കെ ഉണ്ടാക്കിയ സംഭവം ഉണ്ടല്ലോ. അപ്പോൾ അതിൽ പറഞ്ഞ ആര്യവള്ളം എന്ന് പറഞ്ഞിട്ട് അത് സംബന്ധമായിട്ട് ശ്രീരാം ഞാൻ അവരെ പറ്റി ഒരു ബുക്ക് ഞാൻ അവർക്ക് വാങ്ങിക്കൊടുത്തിട്ടുണ്ട്. അതൊന്ന് വായിച്ചു നോക്കി. പഴയ അവർ കുറേ കൂടി മുന്നേറി അവർ പിൻവാങ്ങുന്ന കാഴ്ച കാണുന്നത്. എന്താ എനിക്കറിയില്ല. അവർ മുന്നോട്ട് തന്നെ കൊണ്ടുവരണം വിചാരിച്ചാൽ ഞാൻ ആര്യവള്ളം ഡോക്ടർ സ്റ്റുഡി ചെയ്ത് ആര്യവള്ളത്തിൽ മുക്കുന്നവർ കൊടുത്ത്. അപ്പം അങ്ങനെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പം പിന്നെ ഒരു കാര്യം സംബന്ധമായിട്ട് എനിക്ക് പറയാനുള്ളത്, ഇത് നമ്മളിതിൽ ഒരു കാര്യം സംഭവിക്കുന്നത് വെച്ചാൽ ഫോക്ലോർ പാരമ്പര്യം ഞാൻ പറഞ്ഞില്ല. ഇതിലൊക്കെ പലത് ഫോക്ലോർ പാരമ്പര്യം നമ്മളിതിൽ നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഫോക്ലോർ പാരമ്പര്യം അതോടൊപ്പം തന്നെ നമ്മുടെ ഭാരതീയ ആത്മീയതയുടെ പാരമ്പര്യം നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്നുണ്ട്. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഇവിടെ പോകുന്ന പറഞ്ഞിട്ടുണ്ടല്ലോ. ഊട്ടി പോകുമ്പോൾ നമ്മുടെ നിത്യഗതിയുടെ ആശ്രമത്തിലേക്ക്, അതായത് നമ്മൾ ഉദ്ദേശിക്കുന്ന ലോകസംസ്ഥ സുഖനോ ബന്ധു എന്നുള്ള ഭാരതത്തിലെ ഭാഷയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു പോക്കാണ് നമ്മൾ ഉദ്ദേശിച്ചിരുന്നത്. അപ്പം അങ്ങനെയുള്ള ആശയം. അതോടൊപ്പം നമ്മളൊരിക്കൽ ഇവിടെ രാമകൃഷ്ണ മിഷൻ സ്കൂളിലെ കുട്ടികൾ ഒരു പരിപാടിക്ക് ഇവിടെ വയനാട് കാട്ടിൽ പോയിട്ട് അതിൽ കാട് നശിപ്പിക്കുന്ന ചെടികളെ നശിപ്പിക്കുന്നൊരു പ്രോഗ്രാം സ്ഥിരമായിട്ട് അവർ മാസത്തിൽ ഒരു ദിവസം വയനാട്ടിൽ പോയിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം അതിനെ സംബന്ധം ഞാൻ മേടിച്ച സമയത്ത് ഞാൻ നമ്മളെ ഭഗവത്ഗീതയിലെ ഇത് ഉപയോഗിച്ചിട്ട്, അതായത് കർമ്മണ്ഡേ വാധികാരസ്ഥ മാ ഫലേഷു കഥാചന, അതായത് ഭാരതീയ ദർശനവും ഫോക്ലോർ പാരമ്പര്യം രണ്ടും നമ്മൾ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയാണ് നമ്മൾ അവലംബിക്കുന്നത്. അപ്പം അങ്ങനെ വരുമ്പോൾ ഞാൻ വേറെ കാര്യം ഇവിടെ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മളിന്ന് നമ്മുടെ ലോഹ്യ ഒക്കെ പറയണ്ടായി. അതായത് നമ്മുടെ ഈ കാറൽ മാർക്സിൻ്റെ സിദ്ധാന്തം ഉണ്ടല്ലോ, സോഷ്യലിസ്റ്റ് സിദ്ധാന്തമല്ല കാറൽ മാർക്സ്. അപ്പോൾ അതിൻ്റെ സിദ്ധാന്തത്തിൽ മാർക്സ് ഈ പ്രൈവറ്റ് പ്രോപ്പർട്ടി വേണ്ട എന്നുള്ള അഭിപ്രായക്കാരനായിരുന്നു ആണ്. അപ്പോൾ ലോഹ്യ പറയുണ്ടായി
കാറൽ മാർക്സ് പ്രൈവറ്റ് പ്രോപ്പർട്ടി ഈ സംഘടനാപരമായിട്ട് ഇല്ലാതാക്കാൻ ശ്രമിച്ചപ്പോൾ നമ്മുടെ ഉപനിഷത്തുകൾ പ്രൈവറ്റ് പ്രോപ്പർട്ടി അവബോധത്തിലൂടെ ഇല്ലാതാക്കാൻ ശ്രമിച്ചു. അങ്ങനെ മാർക്സും മറ്റേ നമ്മുടെ പുരാതന ദർശനം ഒന്നിപ്പിക്കാൻ ശ്രമം നടത്തിയത്. പക്ഷേ ഈ ഒരു രീതിയിൽ തന്നെ നമ്മുടെ നാട്ടിലെ, അതായത് നമ്മളെ ഈ കെ ദാമോദരൻ എന്ന മാർക്സിസ്റ്റ് ദാർശനികൻ പാട്ടബാക്കി എന്ന നാടകം എഴുതുകയും കേരളം മുഴുവൻ വളരെയേറെ കൂടുതൽ സൃഷ്ടി നാടകം എഴുതുന്നത്. ആ പാട്ടബാക്കി പഴയ കുടിയായ്മ സമ്പ്രദായത്തിനെതിരായിട്ടുള്ള അപ്പോൾ അത് ചെയ്ത നാടകം എഴുതി അഭിനയിക്കുകയും ചെയ്ത കെ ദാമോദരൻ തന്നെ ഭാരതീയ ദർശനങ്ങളിലേക്ക് പഠിക്കുകയും അതിൽ പല കാര്യങ്ങൾ മനസ്സിലാക്കുകയും എഴുതുകയും ചെയ്തിട്ടുണ്ട്. അതിനെപ്പറ്റിയൊന്നും ഒരു പ്രചരണമൊന്നും ഈ നാട്ടിലെ പിൽക്കാലത്ത് അദ്ദേഹത്തിന് ആൾക്കാർ ചെയ്തിട്ടില്ല. അങ്ങനെയുള്ള ആശയം കൂടി വേണ്ടതായിരുന്നു. അത് വേണ്ടമായി ചെയ്യാത്തതുകൊണ്ട് അതൊന്നും ആരും അറിയില്ല. അപ്പോൾ അതുകൊണ്ട് ഈ ഭാരതത്തെ നമ്മളെ ഈ സോഷ്യൽ ശാസ്ത്രം മുന്നോട്ട് കൊണ്ടുപോകാൻ ഇങ്ങനെയുള്ള ആശയം കൂടി വേണം. അപ്പോൾ ഞങ്ങൾ ഒന്നുകൂടി പറയുകയാണ്, ലോകസമത്വ സുഗുണഭവന്തു എന്ന ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മറ്റേ നിത്യജീവിയുടെ ആശ്രമത്തിലേക്ക് പോകാനുള്ള പരിപാടിക്ക് നാട്ടുകാരത് സഹായിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു.